നക്ഷത്രങ്ങളൊന്നും ഒരുമിച്ച് കഴിച്ചിരുന്നാവുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. 27 ദേവ നക്ഷത്രം കഴിഞ്ഞാൽ 28 ദിവസം ചന്ദ്രൻ പിന്നെ അശ്വതിയിൽ വരും. അപ്പൊ അശ്വതി നക്ഷത്രത്തിന്റെ പിന്നീട് നോക്കുമ്പോൾ പൂയം 4-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കുഞ്ഞ് ജനിച്ച് തരുന്ന ദിവസമായി നോക്കാൻ അശ്വതി മുതൽ പൂയം വരെ എത്ര നാളെന്ന് തന്നെയാണ്. പക്ഷെ 27 കഴിഞ്ഞാൽ രേവതി കഴിഞ്ഞാൽ പിന്നെ അശ്വതി വരും. അപ്പൊ അതിനകത്ത് ഈ ചക്രം പിന്നെയും ഒന്നേം തുടങ്ങണം. അതറിയാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിലവിലിരുന്ന രൂപം നിലവിലിരുന്നതെന്നല്ല, ഇപ്പോഴും നിലവിലിരിക്കുന്ന സംഗതിയാണ്. 28 ദിവസം കുഞ്ഞിന്റെ അരയെ മുന്നിൽ വെക്കുന്നത്. അതായത് ചന്ദ്രനെ അനുസരിച്ച് നോക്കുമ്പോൾ 1 മാസം പ്രായമായിരുന്നു അതിനകത്ത്. എന്നിട്ട് ആ അരക്കെട്ടുന്ന നൂലിന്റെ ഒരറ്റം താഴേക്ക് നീട്ടിയിട്ടുണ്ടാവും. അതായത് അടുത്ത സൈക്കിൾ പൂർത്തിയാകുമ്പോൾ ആ നീണ്ടു കിടക്കുന്ന ഇതിൽ കിട്ടുവാൻ. അപ്പൊ ആ കണക്കിൽ ചന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കി. കുഞ്ഞിന് 2 മാസം 3 മാസം പ്രായമാകുന്നത് അരഞ്ഞാണത്തിലുള്ള കെട്ട് നോക്കിയാണ് അറിയാം. ഇന്ന് നമ്മൾ അരയിൽ കെട്ടുന്ന എന്താണെന്ന് കെട്ടുന്നവർക്കും അറിയില്ല, വളർന്നു വരുന്ന കുഞ്ഞിനും അറിയത്തില്ല. ചിലപ്പോൾ കുഞ്ഞിനെ പൊട്ടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനാണെന്ന് ഇന്ന് അറിഞ്ഞിട്ടല്ല ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കാണ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ചോദ്യം, ഈ ഗ്രഹങ്ങളും ഇവയുടെ ചലനങ്ങളും മനുഷ്യന്റെ ഭാവിയെയും മനഃശാസ്ത്രത്തെയും സന്തോഷത്തെയും ദുഃഖത്തെയും ഒക്കെ നിർണ്ണയിക്കുന്നുണ്ടോ, നിയന്ത്രിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, ഒരു ശുദ്ധശാസ്ത്രത്തിന്റെ വ്യൂവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റയ്ക്ക് നമുക്ക് തള്ളാൻ പറ്റും. എന്തുകൊണ്ട്? അതൊരു പ്രൊപ്പോസിഷനാണ്. അങ്ങനെ ഒരു നിർദ്ദേശം ഒരാൾ മുമ്പോട്ട് വെക്കണം. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ പരിശോധനയിൽ ചെയ്ത് തീരുമാനിക്കാം. അപ്പോൾ ഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ അവയുടെ ചലനങ്ങൾക്കും മനുഷ്യന് അല്ലെങ്കിൽ ഭൂമിയെ സ്വാധീനങ്ങൾ ഇല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാവുന്ന 3 സ്വാധീനങ്ങളാകില്ല. ഒന്ന് തീകൻ, ഇവരെ ചുറ്റുമുള്ള ഭൂമിയുടെ ചലനം അതിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ഭൂമിയിൽ ഋതുക്കൾ മാറി മാറി വരുന്നത്. മഴക്കാലം വേനലൊക്കെ മാറി മാറി വരുന്നത് നമുക്ക് അത്ര പ്രകടം അല്ലെങ്കിലും തണുപ്പുകാലം ചൂടുകാലം വ്യത്യാസമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വളരെ പ്രകടമാണ്. മഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ചൂടുവെച്ച് നിൽക്കുന്ന വസന്തകാലത്തേക്കുള്ള വ്യത്യാസമൊക്കെ മലയാളികൾക്ക് അത്ര പരിചയം. കാരണം മലയാളികൾ ഭൂമിയിലെ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഓരോ സംഭവിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ ഈ ഋതുഭേദങ്ങൾ വളരെ വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് ഫലമാണ്. പിന്നെ അതുകൊണ്ടാണ് വേലിയേറ്റ വീടുകളുള്ളത്. സ്ഥിരം കടലിന്റെ ജലനിരപ്പിന്റെ തീരങ്ങളിൽ കൂടുതലും കുറയുകയും ചെയ്യുന്നത്. അതുപോലെ കടൽത്തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാനൊക്കെ എനിക്ക് പറഞ്ഞത് മലമ്പകലാണ്. അവിടെ വേലിയേറ്റവും നിരോധനത്തെ കുറിച്ച് ആരും കേട്ടിട്ടുള്ളതാണ് സാധ്യത. കാരണം അവിടെ നമ്മുടെ വിഷയമല്ല. പിന്നെയുള്ള ഗ്രഹണമാണ്. അത് കുറെ ആളുകളെ പണ്ട് വല്ലാതെ മൂടിപ്പിച്ച പേടിപ്പിച്ച സംഭവങ്ങളിൽപ്പെട്ടതാണ് ഗ്രഹണങ്ങൾ. ചിലപ്പോൾ മട്ടാപ്പകരെ സൂര്യൻ മാറിക്കിട്ടും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. ഇന്ന് നമുക്കറിയാം, ഭൂമിക്ക് ചുറ്റും പോകുന്ന ചന്ദ്രൻ ഭൂമി സൂര്യന് ചുറ്റും പോകുന്നതിനിടയ്ക്ക് ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂര്യന്റെയും ഇടയ്ക്ക് ചന്ദ്രൻ കയറുമ്പോൾ സൂര്യൻ മാറ്റപ്പെടുന്ന ചില അവസരങ്ങളിലാണ് ഗ്രഹണം. കുറച്ച് നേരം പകല് വെട്ടം ഉണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ മെനഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ട് എന്തായാലും ഈ ഗ്രഹങ്ങൾക്കും മനുഷ്യനിലുള്ള സ്വാധീനങ്ങളിൽ നമുക്ക് ഇന്ന് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാവുന്ന 3 സ്വാധീനങ്ങളാണ്. പക്ഷെ നമ്മൾ ആരോപിക്കപ്പെടുന്ന സ്വാധീനങ്ങൾ പലതുണ്ട്. അത് വേദിയൊക്കെ എതിർക്കുന്നതിനെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്നത് നിങ്ങൾ 29ാമത്തെ വയസ്സിൽ അപകടത്തിൽപ്പെടുന്നു. നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആണാണെങ്കിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി എത്ര കാര്യം, നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഭർത്താവ് എത്ര കാര്യം, നിങ്ങൾക്ക് 7 വയസ്സിൽ ജോലി, നിങ്ങൾക്ക് എത്രാമത്തെ വയസ്സാകുമ്പോഴാണ് നിങ്ങൾ അച്ഛൻ മരിക്കാൻ പോകും, നിങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുടെ സ്വഭാവം വരെ നിരന്തരം ആളുകൾ വീട് മാറുകയും ട്രാൻസ്ഫർ ആവുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുടെ സ്വഭാവം വരെ നമ്മൾ ഗ്രഹനിലത്തിൽ പറയും. ഓക്കെ, അവിടെയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വെച്ചിട്ട് മനുഷ്യന്റെ എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് അതിന് ഇതിനൊക്കെ അറിവില്ല. ഇങ്ങനെ പറഞ്ഞു എവിടെ വരെ കൊണ്ടുപോകാം. തൽക്കാലം മനുഷ്യന്റെ ഭാവിയും മുഖത്തെയും ഒക്കെ ഗ്രഹങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന ആ വാദത്തെ നമ്മൾ സമ്മതിക്കും. അതായത് നിങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഒരു ഭാവി അച്ഛന്റെയും അമ്മയുടെയും ആയുസ്സും ഭാര്യയുടെ സ്വഭാവവും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം സ്വാധീനിക്കും. ഇവിടെ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെയായിരുന്നു സ്വാധീനിക്കുന്നുണ്ട് എന്ന ഒരു സങ്കല്പം അംഗീകരിക്കുന്നു. എന്തിനാണ് ഇതിന്റെ ഒരു ഭാഗത്തിന് ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബാധിക്കുന്നവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്വം. ഇനി നമ്മളോട് ചോദ്യങ്ങൾ മാത്രം ഈ വാദങ്ങൾ നമ്മൾ സംബന്ധിക്കും സത്യത്തിന് അംഗീകരിച്ചതിന് ശേഷം അങ്ങനെയെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്തായിരിക്കുമെന്നാണ് കരുതുന്നത്. ഒന്ന്, എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന് അറിയാൻ സാധിക്കും അവകാശം ഗ്രഹങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഗ്രഹനിലെ ഉടമസ്ഥന് ജാതകം ആണല്ലോ. എന്നിട്ട് ഈ ഗ്രഹനില വെച്ചിട്ട് അയാളുടെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ അപകരിക്കും, അപമാനം ഒഴിവാക്കുന്നത്. പിന്നെ അതുപോലെ ഏതൊക്കെ പ്രായത്തിൽ ഇതെല്ലാം കൂടെ വിശദമായിട്ട് എഴുതുന്ന എടുത്തു കൊടുക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ജാതകം വിളിക്കും. ജാതകത്തിന്റെ ഉടമസ്ഥൻ ജാതകൻ. പക്ഷേ ഇതാണ് എന്താ മാർക്ക് ചെയ്തത്? നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ജനിച്ച സ്ഥലത്ത് ആകാശത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ സ്ഥാനത്താണ് ഉള്ളത്, അത് നമ്മൾ വിളിക്കുന്നത്. അത് നേരത്തെ കാണിച്ച ഗ്രഹങ്ങളിലെ പൂർവ്വ പരിണാമ ഗ്രഹത്തിലാണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് മാർക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് അറിയാവുന്ന പേരുകൾ അല്ല അതിനകത്ത് കാണുന്നതേ ഉള്ളൂ. അതിനകത്ത് ശനിയെ കൊണ്ട് ഭൂമിക്ക് കാണാൻ ഏറ്റവും സമയം എടുക്കുന്ന ഗ്രഹം ശനിയാണ്. അതിനെ മന്ദൻ അങ്ങനെ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഗ്രഹത്തിലേക്ക് അതിനെ ശനിയല്ല മന്ദൻ. അതുപോലെ വ്യാഴത്തെ ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. ഗുരുവാണ് ഗ്രഹത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ചൊവ്വയെ കുജൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അത് ഗുരുവായി. ബുധനെ ഭൂ, ശുക്രനെ ശു. നമ്മൾ സൂര്യനെ രവി എന്നാണ്. സൺഡേ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ രവിയുടെ രായാണ് സൂര്യനെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഗ്രഹങ്ങളിൽ ചിന്തിക്കുക. പിന്നെ അതിന് പുറമെ ഒരക്ഷരം പ്രസക്തമായിട്ടുള്ളത് അതാണ് ലഗ്നം. ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളതല്ല അവരുടെ പ്രശ്നം. ജനിക്കുന്ന സമയത്ത് കിഴക്ക് വശത്ത് ആകാശത്ത് ഉദിച്ചുകൊണ്ടിരുന്ന രാശികളാണ്. ആകാശത്തിന്റെ ഏത് ഭാഗമാണ് കിഴക്കേ ചക്രവാളം തൊട്ടുള്ളത്, അതാണ് ലാ എന്ന അർത്ഥം. അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് ശാസ്ത്രം അനുസരിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ഗ്രഹത്തിലെയും രായി നിങ്ങളുടെ ലഗ്നത്തിന്റെ ലായും ഒരേ കോളത്തിലാണെന്ന് അർത്ഥം എന്താണ്? നിങ്ങൾ ജനിക്കുമ്പോൾ കിഴക്കോട്ട് ഉദിച്ചുകൊണ്ടിരുന്ന രാശിയാണ് ലഗ്നം. നിങ്ങൾ അവിടെയാണ് എങ്കിൽ ലഗ്നത്തിലാണ് രവി. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് കിഴക്ക് ഉദിച്ചുകൊണ്ടിരുന്ന രാശിയിലായിരുന്നു സൂര്യൻ. അതിന്റെ അർത്ഥം നിങ്ങൾ ജനിക്കുന്നത് സൂര്യൻ ഉദിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. നേരെ കുറിച്ച് ഈ ലഗ്നത്തെ ഒന്നാം ഭാവം എന്നാണ്. അവിടുന്ന് വലത്തോട്ട് രണ്ടാം ഭാവം മൂന്നാം ഭാവം ഇങ്ങനെയാണ് 12 ഭാവങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗ്രഹത്തിലെയും ലഗ്നം വരുന്ന 7ാമത്തെ കോളത്തിലാണ് അർത്ഥം എന്താണ്? നിങ്ങൾ ജനിക്കുമ്പോൾ കിഴക്ക് ഉദിച്ചുകൊണ്ടിരുന്ന രാശിയിൽ നിന്ന് എണ്ണിയാൽ 7ാമത്തെ രാശിയിലാണ് സൂര്യൻ. അതിന്റെ അർത്ഥം ആ സമയത്ത് അത് പടിഞ്ഞാറാണ്. നിങ്ങൾ ജനിക്കുന്നത് സൂര്യാസ്തമയ സമയത്താണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ അതുകൊണ്ടാണ് ഇതിനെ ഒരു സൂര്യൻ ഇന്നത്തെ നമ്മൾ നേരത്തെ വിശേഷിച്ചു. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ സ്ഥാനം ഏത് മാസത്തിൽ ജനിച്ചതെന്നറിയാം. ഏത് പുറത്താണെന്ന് നോക്കാം. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഇടവത്തിലാണെങ്കിൽ നിങ്ങൾ ജനിച്ചത് ഏതോ മാസത്തിലാണ്. സൂര്യൻ ഇടവത്തിൽ നിൽക്കുന്ന സമയമാണ് മലയാളികളുടെ ഏതോ മാസം. അങ്ങനെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇത് പറ്റുമോ? ഇതിനർത്ഥം എന്തൊക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റും? ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങൾ എവിടെയായിരുന്നു എന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പൂർവ്വ ആ എഴുതിയത് ആൺകുട്ടിയുടെ ജാതകമാണോ പെൺകുട്ടിയുടെ ജാതകമാണോ അറിയുന്നതിൽ അതിന് താഴെ എഴുതി വരുന്നു ജാതക പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പൂർവ്വ ഭാഗ്യം അയൽക്കാരുടെ ഭാഗ്യം തന്നെ പറയാം. ആണോ പെണ്ണാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഗ്രഹങ്ങൾ നോക്കിയാൽ പോലെ താഴെയായിരുന്നു. പിന്നെ നിങ്ങളെ ഒരു പഴയ ഒരു ഗ്രഹനില എഴുതി ഒരു 60 വർഷം മുമ്പത്തെ ഗ്രഹനിലയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. ഈ 60 വർഷം മുമ്പത്തെ ഗ്രഹനിലയുടെ ഉടമസ്ഥനായ ജാതകൻ അല്ലെങ്കിൽ ഉടമസ്ഥ ജാതകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതില് വേറെ ചോദിക്കേണ്ടി വരും. അച്ഛൻ്റെ ഗ്രഹനിലയാണ്, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണമെങ്കിൽ എടുത്ത് ചോദിക്കണം. അച്ഛൻ നമ്പർ അല്ലെങ്കിൽ അയൽക്കാർ വഴി തന്നെ അന്വേഷിക്കണം. ഗ്രഹനില അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വളരെ സ്നേഹമുള്ള നിങ്ങളുടെ ഓമനയെ ഒരു പട്ടിക്കുട്ടിക്ക് നിങ്ങളൊരു ജാതകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നിങ്ങളൊരു ഗ്രഹനില മാറ്റി അത് ജനിക്കുന്ന സമയത്ത് ആ സമയത്ത് ഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ മാറ്റിയാൽ മതി. ഈ ജാതകം നിങ്ങളൊരു ഇതൊക്കെ നോക്കാൻ പ്രാണിയുള്ള ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പട്ടിയുടെ ആ മനുഷ്യനെ നമ്മൾ പറഞ്ഞു വെച്ചില്ലെന്നുണ്ടെങ്കിൽ അതായത് 2 ആണുങ്ങളുടെ ഗ്രഹനില ആഗ്രഹമാണെന്ന് വെളിപ്പെടുത്താതെ നിങ്ങൾ ഇതിന്റെ പൊരുത്തം നോക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നോക്കും. പൊരുത്തം വരും. ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ടെക്നിക്ക് വരാറുണ്ട്.